ഹായ് ഫ്രണ്ട്സ്, സാപ്പിടെ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം, അതായത് നാളെ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. മൊത്തം 17ഓളം റിലീസുകളാണ് ഇന്നും നാളെ ആയിട്ടുള്ളത്. ഇന്ന് 2 സിനിമകൾ ഇന്ന് സർപ്രൈസ് റിലീസ് ചെയ്തിട്ടുണ്ട്. നാളെ 13ഓളം സിനിമകളും സീരീസുകളാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. 13ഓളം റിലീസുകളാണ് നാളെ ഉള്ളത്. അതായത് ഇന്ന് സെപ്റ്റംബർ മാസം 5 തീയതിയാണ്. സെപ്റ്റംബർ മാസം 5, 6 തീയതികൾ റിലീസ് ചെയ്യുന്ന സിനിമകളും സീരീസുകളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം. അതിന് മുമ്പേ തന്നെ വേറൊരു കാര്യം പറഞ്ഞോട്ടെ. ദ ഗോട്ട് എന്ന സിനിമയുടെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതുകൂടാതെ ഗിവ് അവേ വീഡിയോ കൂടി ചെയ്തിട്ടുണ്ട്. ബാക്കപ്പ് ചാനലായ സാബ് മീഡിയ എന്ന് പറഞ്ഞ ചാനലിൽ ഒരു ഗിവ് അവേ വീഡിയോ കൂടി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ അപ്ഡേറ്റുകളാണ് നോക്കാം. ഒന്നാമത്തെ സിനിമ നമുക്ക് ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ ആദ്യം നോക്കാം. വിസ്ഫോട്ട് എന്നാണ് ഒരു സിനിമയുടെ പേര് വരുന്നത്. ഒരു ഹിന്ദി ത്രില്ലർ മൂവിയാണ്. ജിയോ സിനിമ വഴിയാണ് ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്, ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഒരു ആക്ഷൻ സയൻസ് ഫിക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഏജന്റ് റെക്കോൺ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. മലയാളത്തിലുള്ള ഒരു സിനിമ റിലീസ് ചെയ്തു, ഒരു സർപ്രൈസ് റിലീസായിരുന്നു. ഭഗവാൻ ദാസന്റെ രാമരാജ്യം എന്ന് പറഞ്ഞ സിനിമ ആമസോൺ പ്രൈമിലാണ് ഈ ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാള സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ ഒരു തെലുങ്ക് സിനിമ കൂടിയും എന്താ പറയുക സർപ്രൈസായി റിലീസ് ചെയ്തിട്ടുണ്ട്. ഒരു ആക്ഷൻ സയൻസ് ഫിക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ഡബിൾ ഐ സ്മാർട്ട് എന്ന് പറഞ്ഞ സിനിമ. തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ രണ്ട് സിനിമകൾ ശരിക്കും പറയുകയാണെങ്കിൽ സർപ്രൈസ് ആയിരുന്നു ഇന്നത്തെ റിലീസ് എന്നുള്ളത്. അപ്പോൾ ഈ 4 സിനിമകളാണ് ഇന്ന് ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തായിട്ടുള്ളത്. ഇനി നമുക്ക് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം സെപ്റ്റംബർ മാസം 6 തീയതി നാളെ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകൾ സീരീസുകൾ ഏതൊക്കെയാണ് നോക്കാം. അതിൽ ഒന്നാമത്തത് ഒരു ഹൊറർ ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട ഒരു സ്പാനിഷ് മൂവിയാണ്. ദ ചാപ്പൽ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞ സമയത്ത് ദ ചപ്പൽ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ എനിക്ക് അൺബോക്സിൽ ഒരാൾ തന്നിരുന്നു എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ എന്നുള്ളത്. ചാപ്പലാണ്, ചപ്പലല്ല. ദ ചാപ്പൽ ഹൊറർ ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട ഒരു സ്പാനിഷ് മൂവിയാണ്. തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട്, സ്പാനിഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ബുക്ക് മൈ ഷോസ് വഴിയാണ് ഈ സിനിമ രാത്രി 12 ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു സീരീസാണ്, ഒരു ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സീരീസാണ്. തനാവ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. 2ാമത്തെ സീസണാണ്. ഒരു ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സീരീസാണ്. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് തൊണിലി വഴിയാണ് ഈ ഒരു സിനിമ, ഈ ഒരു സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ഓക്കെ, അടുത്തത് ഒരു ആക്ഷൻ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. റബൽ റിഡ്ജ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സ് വഴിയാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. റിലീസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഈ സിനിമയുടെ തമിഴ്, ഹിന്ദി ഭാഷയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഇൻ ദ ലാൻഡ് ഓഫ് സെയിൻസ് ആൻഡ് സിന്നേഴ്സ് ആണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ ഇതിനു മുമ്പേ റിലീസ് ചെയ്തിരുന്നു. 2023 റിലീസ് ചെയ്ത സിനിമയാണ്. ഈ സിനിമയുടെ ഡബ്ഡ് വേർഷൻ, അതായത് തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ലയൺസ് ഗേറ്റ് പ്ലേ OTT പ്ലാറ്റ്ഫോം വഴി ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു ഹൊറർ മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഇമാക്കുലേറ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ബുക്ക് മൈ ഷോസ് വഴിയാണ് ഈ സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ള ഇന്ന് രാത്രി 12 ശേഷം. അടുത്തത് ഒരു സീരീസാണ്, ഒരു ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സീരീസാണ്. ഫൈറ്റ് നൈറ്റ് ദ $1,000,000 ഹേസ്റ്റ് ആണ് സിനിമയുടെ പേര് വരുന്നത്. ഫൈറ്റ് നൈറ്റ് ദ $1,000,000 ഹേസ്റ്റ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ജിയോ സിനിമ വഴിയാണ് ഈ ഒരു സീരീസ് ഇംഗ്ലീഷ് ഭാഷയിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. രാത്രി 12 ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു സീരീസ് തന്നെയാണ്, ഒരു ഹിന്ദി സീരീസാണ്. ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സീരീസാണ്. കോൾ മീ ബേ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. അനന്യ പാണ്ഡെ അതുപോലെ തന്നെ വരുൺ ധവാനൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സീരീസാണ്. ഇന്ന് രാത്രി 12 ശേഷം ഈ ഒരു സീരീസ് ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മറ്റു ഭാഷയിൽ ഉണ്ടാവും എന്നുള്ളത് ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്തായാലും വെയിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് എല്ലാവരും കാത്തിരിക്കുന്നത്, അതായത് ദിലീപിന്റെ ആരാധകരെല്ലാവരും കാത്തിരിക്കുന്ന ഒരു മലയാള സിനിമയാണ് പവി കെയർടേക്കർ എന്ന് പറഞ്ഞ സിനിമ. മനോരമ മാക്സ് വഴി ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യുന്നതായിരിക്കും. ചിലപ്പോൾ 10:30 ശേഷം, 11 മണിക്ക് അതിനുള്ളിൽ തന്നെ 12 മണിക്ക് മുമ്പേ തന്നെ ചിലപ്പോൾ റിലീസ് ചെയ്യാം. മനോരമ മാക്സിലും സിംപ്ലി സൗത്തിലും റിലീസ് ചെയ്യുന്നുണ്ട്. ഇന്ത്യക്ക് പുറത്ത് സിംപ്ലി സൗത്തിലാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത്. അടുത്ത സിനിമ എന്നുള്ളത് ഒരു മലയാളത്തിലുള്ള സിനിമ തന്നെയാണ്. എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ്. കഴിഞ്ഞ ദിവസം തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയായിരുന്നു അഡിയോസ് അമിഗോസ് എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമ
സിനിമയുടെ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ആസിഫ് അലി അതുപോലെ തന്നെ സുരാജ് വെഞ്ഞാറമൂടൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. നല്ല പ്രേക്ഷക പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും തിയേറ്ററിൽ വിജയിക്കാതെ പോയ ഒരു സിനിമയാണ് അഡിയോസ് അമിഗോസ് എന്ന സിനിമ. അഡിയോസ് അമിഗോ. അപ്പോൾ ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്ത കഴിഞ്ഞ ദിവസം ആമസോൺ പ്രൈമിൽ ഇന്ത്യക്ക് പുറത്ത് റിലീസ് ചെയ്ത ഒരു സിനിമയായിരുന്നു കിൽ എന്ന് പറഞ്ഞ സിനിമ. ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴി ഈ സിനിമ ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ഒരു ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഇന്ന് രാത്രി 12 ശേഷം ഡിസ്നി+ ഹോട്ട്സ്റ്റാറിൽ കിൽ നമുക്ക് ആസ്വദിക്കാവുന്നതാണ്. ചിലപ്പോൾ വരുന്ന സമയത്ത് മൾട്ടി ലാംഗ്വേജിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതുവരെ മൾട്ടി ലാംഗ്വേജിൻ്റെ അപ്ഡേറ്റുകളൊന്നും വന്നിട്ടില്ല. ഹിന്ദി ഭാഷ മാത്രമേ വന്നിട്ടുള്ളൂ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്തത് ഒരു തെലുങ്ക് മൂവിയാണ്. ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട തെലുങ്ക് മൂവിയാണ്. സിംബ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്ക് വഴി ഇന്ന് രാത്രി 12 ശേഷമാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു മലയാള സിനിമയുടെ തമിഴ് ഡബ്ഡ് വേർഷനാണ്. നമ്മുടെ ഫഹദ് ഫാസിൽ അതുപോലെ തന്നെ ദർശന രാജേന്ദ്രൻ, സബിൻ ഷാഹിർ എന്നിവർക്ക് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ത്രില്ലർ മൂവിയായിരുന്നു ഇരുൾ എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമ ഡയറക്റ്റ് OTT റിലീസ് ചെയ്ത സിനിമയായിരുന്നു നെറ്റ്ഫ്ലിക്സ് വഴി. കഴിഞ്ഞ 2022 റിലീസ് ചെയ്ത സിനിമയാണ്. അപ്പോൾ ഈ ഒരു സിനിമയുടെ തമിഴ് ഡബ്ഡ് വേർഷൻ ആഹാ തമിഴ് വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം. ഓക്കെ, അടുത്തൊരു തമിഴ് സിനിമ തന്നെയാണ്. വാസ്കോ ഡ ഗാമ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമയും ഇന്ന് രാത്രി 12 ശേഷം ആഹാ തമിഴ് വഴി റിലീസ് ചെയ്യുന്നതാണ്, തമിഴ് ഭാഷയിൽ മാത്രമായിട്ട്. അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ്, ഇത്രയും സിനിമകളും സീരീസുകളാണ്. 13ഓളം റിലീസുകളാണ് നാളെ സെപ്റ്റംബർ മാസം 6-ാം തീയതി റിലീസ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ലിസ്റ്റിലൊക്കെ സിനിമകൾക്ക് സീരീസുകളാണ്. നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അതുകൂടാതെ ഇന്ന് റിലീസ് ചെയ്ത സിനിമകൾ ഏതൊക്കെ നിങ്ങൾ കണ്ടു, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങളും, അതുകൂടാതെ തിയേറ്റർ റിലീസ് ചെയ്ത ഗോട്ട് എന്ന സിനിമയുടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.